ഇന്ന് നമുക്ക് ചിക്കൻ ടിക്ക മസാല ചെയ്യാം. ഞാനൊരു 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അധികം പുളിയില്ലാത്ത തൈര് 3 ടേബിൾ സ്പൂൺ. ഇവയെല്ലാം ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നില്ല, ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒരു 5 മിനിറ്റോളം ഇരിക്കട്ടെ. ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കൊരു ചിക്കൻ പീസ് പ്രസ് ചെയ്ത് നോക്കുമ്പം ചിക്കൻ അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അപ്പോൾ ഇതിൽ ചിക്കനിലുള്ള എണ്ണ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ബാക്കിയുണ്ടെങ്കിൽ നമുക്കിത് ചിക്കൻ വേറൊരു ഇതിലേക്ക് മാറ്റിയിട്ട് ഇതേ കടായി ചെയ്യാം. ഞാനിവിടെ വേറൊരു കടായിയാണ് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാദാ ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പു, സ്റ്റാറിൻ്റെ 2 ചെറിയ കഷ്ണം, 2 ഏലക്കായ ചതച്ചത്. ഇത് ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച 2 സവാള അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് സിമ്മിലിരിക്കട്ടെ. നമുക്കപ്പോഴേക്കും ഒരു 4 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് അത് മിക്സിയിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഉള്ളി നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത മസാല കൂട്ടുണ്ടല്ലോ, ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഇതൊക്കെ നമുക്ക് അതിൽ നിന്ന് മാറ്റിക്കളയാം. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 4 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം, മസാലയുടെ എല്ലാം പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച്
റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. തികച്ചും ഓപ്ഷണലാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേണ്ട ഗ്രേവിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ. 2-3 മിനിറ്റ് നമുക്കത് ഇളക്കി കൊടുക്കാം. ഉപ്പെല്ലാം പാകമാണോ നമുക്ക് നോക്കാം. അല്പം വേണം, ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് എല്ലാം യോജിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ പീസസ്, നമ്മളപ്പോൾ വറുത്ത് മാറ്റി വെച്ച ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മൂടി വയ്ക്കാം. ഇത് നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ വെച്ച് കൊടുക്കണം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. വലിയ ഒരു സ്പൂണിൽ ഞാൻ നിറയെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്വാദിഷ്ടമായ ചിക്കൻ ടിക്ക മസാല തയ്യാറായി. നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊത്തമല്ലി ഇല ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. മുഴുവനായും മാറ്റി കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ടിക്ക മസാല റെഡിയായി.